യേശുവിൽ ശാപവിമുക്തി ഇന്നു മുതൽ ഞായർ വരെ തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വിദ്യാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് മുമ്പ് യേശുവോടൊത്ത് 2 മണിക്കൂർ. ഫെബ്രുവരി 17 ചൊവ്വ രാവിലെ 9:30 കോട്ടയത്തും എല്ലാ സ്വർഗീയ സെന്ററുകളിലും തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. തോമസൂട്ടി ബ്രദർ അലൈനിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 18 ബുധനാഴ്ച. ശുശ്രൂഷൽ വൈകിട്ട് 8 മണിക്ക് ഒയാസിസ് ഹോസ്പിറ്റൽ ചർച്ച് കോമ്പൗണ്ട് മെയിൻ ഹാൾ. തോമസൂട്ടി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 19 വ്യാഴം എഫെസൂസ് ഹാൾ വൈകിട്ട് 8 മണിക്ക്. ഫെബ്രുവരി 20 വെള്ളി കാന ഹാൾ എ. ശുശ്രൂഷ വൈകിട്ട് 4:15. നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയും ഹൃദയമാകെ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയെ കിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ ഞാൻ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ആയിരിക്കാൻ വീണ്ടും കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം വായിക്കുമ്പോൾ, യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ, യേശു പറഞ്ഞ വചനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മഹാസന്തോഷമാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാനും, സന്തോഷിപ്പീൻ, വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിപ്പീൻ, റിജോയ്സ്, അഗെയിൻ ഐ സേ റിജോയ്സ് എന്ന് പറയാനുള്ള കാരണം പ്രായോഗികമായ ജീവിതത്തിൽ വെൻ യു സീ ഹൗ യു മൂവ്സ്, കർത്താവിൽ ആശ്രയിക്കുക, യേശു എൻ്റെ ജീവിതത്തിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മതത്തിൻ്റെ ഭാഗമാകുമല്ല. വാസ്തവത്തിൽ യേശു എന്ന് പറയുന്നത് നെവർ സ്റ്റാർട്ടഡ് എ റിലിജൻ. ആത്മീയ മണ്ഡലം നമുക്ക് റിയലാക്കി കാണിച്ചു. യേശു നൽകിയ നീതി മുഖാന്തരം ഇന്ന് എല്ലാം നന്മയും എൻ്റെ ജീവിതത്തിൽ ഉറപ്പായി ലഭിക്കും. മാത്രമല്ല എൻ്റെ ജീവിതം ഒരിക്കലും പരാജയമായി തീരത്തില്ല. ഒന്ന് എൻ്റെ കൂടെ പറയാമോ? എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിൽ ഒരിക്കലും പരാജയമായി തീരത്തില്ല. ഒന്നുകൊണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിൽ ഒരിക്കലും പരാജയമായി തീരത്തില്ല. ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എന്ന് പറയുമ്പം ചില കാര്യങ്ങൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചില വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിന് മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇത് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ബ്രേക്കിംഗ് പോയിന്റിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഐ ക്യാൻ അഷ്വർ യു, ഞാൻ പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ചോദിക്കുന്നത് തങ്കുബ്രദർ എങ്ങനെയാണ് അതിൻ്റെ ഉറപ്പ്? ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് നടന്ന ഓരോ അനുഭവങ്ങളിലും, എൻ്റെ ഓരോ അനുഭവങ്ങളിലും ഇന്ന് തീരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തക്ക സമയമാകുമ്പോൾ പുതിയ വാതിലുകൾ തുറക്കുന്നേ കാണാം. തക്ക സമയമാകുമ്പോൾ ഒരു പോക്കുവഴി അതിൻ്റെ ഇടയിലൂടെ വരുന്നേ കാണാം. ഇന്ന് ആ സമാധാനം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് കിട്ടുന്ന സമാധാനം എന്താണെന്ന് രുചിച്ചറിയുവാൻ സാധിച്ചത് ഒരു ദിവസം കൊണ്ടല്ല, ഇറ്റ് ഈസ് ബൈ എക്സ്പീരിയൻസ്. എന്നാൽ അതുകൊണ്ട് സാക്ഷികളുടെ ഇത്രയും വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ മുമ്പേ ഉള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഡോണ്ട് ബി വറിഡ് അബൌട്ട് എനിത്തിങ്. കാര്യം ഓട്ടം തികച്ചവർ, ഓട്ടം തീർത്തവർ, അവർ സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക. എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ഒരു സാക്ഷ്യമായിട്ടാണ്. കർത്താവിൻ്റെ കൂടെ 19 വർഷമായി നടക്കുമ്പോൾ പല 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 വെല്ലുവിളികൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ എനിക്കറിയാം അതെന്താണെന്ന്.
സാമ്പത്തികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്വന്തക്കാർ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന അനുഭവങ്ങൾ, സ്വന്തക്കാർ, വീട്ടുകാർ പോലും. പക്ഷേ എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും നമുക്ക് തിരിയാനൊരു ഇടമുണ്ട്, യേശു മാർവോട് ചേർത്ത് കൊള്ളും. നിങ്ങൾ ചോദിക്കുക അതെവിടെയാണ്, ഏത് സ്ഥലത്ത് വന്നാൽ, സ്വർഗീയത്തിൽ നിന്ന് വന്നാൽ കാണാൻ പറ്റുമോ? നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഉണ്ട് യേശു. ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ കാൽപ്പിടും. നിങ്ങൾ എങ്ങനത്തെ ആലയം പണിയും? ഒരു ഹാളിലും അല്ല, ഒരു കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കുടിയിരിക്കാനായിട്ട് ദൈവം അല്ലെങ്കിൽ യേശുവിനെ പിടിച്ച് എവിടെ ഇരുത്തും? ഹീസ് എവ്രിവെയർ, ഹീസ് എ സ്പിരിറ്റ്. സോ നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച്, യേശു അവിടെ ഉണ്ട്. കാരണം എന്താ? യേശു പറഞ്ഞ വാക്ക് മാറത്തില്ല. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനോ ലോക അന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതി, യേശുവിൻ്റെ നീതി എൻ്റെ മേൽ വന്നിരിക്കും. നീതിയുടെ അർത്ഥം തന്നെ ഒരു 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 റിലീജിയസ് പദമല്ല. നീതിയുടെ അർത്ഥം പ്രാഗൽഭ്യം. ആ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് അങ്ങ് പോവുക. എൻ്റെ ഉള്ള അവസ്ഥയിൽ എന്നെ ദൈവം സ്നേഹിക്കുന്നു, ക്രിസ്തു മുഖാന്തരം. 2 സമാധാനം, 3 പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതാ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു 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 സാരാംശം. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ കൊണ്ടയാക്കി. കൺവേഡ് us into the kingdom of his son which is love. Now look, നമ്മൾ ഇന്ന് യേശുവേ എൻ്റെ ജീവിതത്തിൽ വരണം, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. നമ്മളെ ഡിപ്രസ് ചെയ്തിരുന്ന, നമ്മളെ ഒപ്രസ് ചെയ്തിരുന്ന, നമ്മളെ സങ്കടപ്പെടുത്തി ദാരിദ്ര്യത്തിലിട്ട ഇരുട്ടിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഇനി ഞാനിങ്ങനെ നിൽക്കേണ്ടവനല്ല എന്ന് ഉള്ള ഉറപ്പിലേക്ക്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് ഇരുട്ടിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്ക് കൂട്ടായ്മ തന്ന്, ആൻഡ് വി ആർ നൗ കൺവേഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹിസ് സൺ, രാജ്യത്തിലോട്ട് മാറ്റി. അതും അവിടെ എഴുതി വച്ചിരിക്കുന്ന പദം ഇങ്ങനെ, കൺവേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നടന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 3 കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. 1 അവൻ നമ്മളെ പ്രാപ്തനാക്കി, 2 വിടുവിച്ചു, 3 കൺവേ ചെയ്തു. ഇത് 3ഉം കാണിക്കുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കർത്താവ് തന്നെ ചെയ്ത് കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ കൺവെയർ ബെൽറ്റിൽ കൊണ്ടുപോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ സ്വന്തം കൈകൊണ്ട് നമ്മളെ എടുത്ത് തൻ്റെ രാജ്യത്തിൽ കൊണ്ടാക്കി. ആ രാജ്യം നമ്മുടെ ഉള്ളിൽ വന്നു. ആ രാജ്യം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷവും സമാധാനം. സമാധാനം ദൈവരാജ്യത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ ഒരു വലിയ യുദ്ധമാണ് നടക്കുന്നത്. എൻ്റെ അകത്തെ ഒരു വോറുണ്ട്, എൻ്റെ അകത്തൊരു യുദ്ധം നടക്കുക. എന്താ വിശ്വസിക്കേണ്ടേ? കാര്യം മുമ്പിൽ സാഹചര്യം നിൽക്കുന്നു, ഇപ്പുറത്തെ യേശു പറഞ്ഞ വാക്ക് നിൽക്കുന്നു. ഏതിൽ വിശ്വസിക്കും? ഇത് കുറച്ചുകൂടെ റിയൽ ടാഞ്ചിബിളായിട്ടാണ് നിൽക്കുന്നത്, മുമ്പിൽ നിൽക്കുന്ന സാധനം. പക്ഷേ യേശുവിൻ്റെ വാക്ക് തൊടാൻ പറ്റുന്നില്ല. അവിടെയാണ് കടന്ന് വിശ്വസിക്കേണ്ടത്. സർവ്വ ബുദ്ധിയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നനവുകളെയും സങ്കല്പം ചിന്തിപ്പിക്കാനെല്ലാം വന്ന് നിൽക്കുക. അവിടെ ഇപ്പുറത്തെ യേശുവിൻ്റെ വാക്ക് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഉദാഹരണത്തിന് യേശു ശിഷ്യന്മാരും പടകിൽ പോകുമ്പോൾ അവിടെ വലിയ കൊടുങ്കാറ്റ് വന്നു. യേശു അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുക. ബിക്കോസ് ഹീസ് അറ്റ് പീസ്. യേശുവിൻ്റെ സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കറിയാം തന്നെ അയച്ചവൻ തൻ്റെ കൂട്ടത്തിലുണ്ട്. എൻ്റെ പിതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല.
2, പിതാവ് അയച്ചവനായതുകൊണ്ട് ഹീസ് റെസ്പോൺസിബിൾ. 3, സൃഷ്ടാവ്. സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിനെ തൊടാൻ പറ്റത്തില്ല. 4, തൻ്റെ ദൗത്യം നിവർത്തിക്കുവോളം തനിക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള പിതാവിനോടുള്ള ഉറപ്പ്. ശിഷ്യന്മാർ ചാടി എഴുന്നേറ്റ് പറഞ്ഞത്, ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, യേശുവെ നിനക്കോ സമാധാനമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ക്രൂശിൽ കള്ളം പറഞ്ഞ പോലെ നിന്നെയും രക്ഷിക്കുക, എന്നെയും കൂടെ രക്ഷിക്കുക. അതാണ് നമ്മുടെ ദാറ്റ് ഈസ് ദ പോയിന്റ് വെയർ യേശു പറഞ്ഞ വാക്കാണോ സാഹചര്യമാണോ വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഐ ആം ദ ഗ്യാരണ്ടി ദാറ്റ് ജീസസ് ഈസ് അലൈവ്. ഐ ആം ദ ഗ്യാരണ്ടി. ഞാനിവിടെ നിൽക്കുമ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുക, യേശു എന്ന് പറയുന്നത് ജീവനോടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. സമാധാനം. പൈസ കൊടുത്താൽ ഇത് കിട്ടത്തില്ല. പൈസ കൊടുത്താൽ സമാധാനം കിട്ടത്തില്ല. ഞാനൊരു അച്ചായനെ ഓർക്കുന്നുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തോട് പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് എതിരെ ഒത്തിരി കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഒറ്റ സമാധാനം, ഞാൻ എൻ്റെ ഉള്ള പൈസ എല്ലാം അങ്ങോട്ട് തരാം, ഇത്തിരി സമാധാനം തരാമോ? വന്നവർ അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. ഇത്തിരി സമാധാനം. ഞാൻ ഒത്തിരി ബിസിനസ് ഹൗസസും ടോപ്പ് അതോറിറ്റീസിനൊക്കെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊന്നും ഇല്ലാത്തതൊന്നാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുള്ള ഉറപ്പ്, സമാധാനം. സർവ്വബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അതുകൊണ്ടാണ് പൗലോസും ശീലാഷും ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ കൈക്കാലുകളിൽ ചെങ്ങലകൾ, പക്ഷെ അവർക്ക് അവിടെ അതിൻ്റെ അകത്ത് സന്തോഷിക്കാൻ പറ്റിയതിൻ്റെ കാരണം അവർക്കൊരു ഉറപ്പുണ്ട്, ദൗത്യം തീർന്നിട്ടില്ല. അവർ സന്തോഷിക്കുക. അവിടെ എങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്? സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയാം. സർവ്വബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ബുദ്ധി വെച്ചും സങ്കല്പം വെച്ചും വിചാരിച്ചാൽ ദിസ് ഈസ് ദി എൻഡ്. അവർക്ക് ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല. പക്ഷെ അവർക്കൊരു കാര്യമല്ല, ഒരു നാളും കൈവിടത്തില്ല എന്നും ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല എന്നും പറഞ്ഞവൻ അവരുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം എന്നെ കേൾക്കുന്ന പലരും വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽപ്പുണ്ടായിരിക്കാം. മകളുടെ വിവാഹം എന്തായിത്തീരും? വാസ്തവത്തിൽ മകളുടെ വിവാഹത്തിന് വേണ്ടി വീട് വിൽക്കുന്ന എത്രയോ അപ്പനും അമ്മമാരെ എനിക്കറിയാം. ഇറ്റ്സ് എ റിയൽ ചലഞ്ച് ഫോർ യു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട് പണയപ്പെടുത്തി വെളിയിൽ വിട്ട് എങ്ങനെയും ഇവർ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഉള്ള അപ്പനും അമ്മമാർ. ഞാനൊരു ഒരു മോനെ കണ്ടു. ഇവിടുന്ന് എല്ലാം പണയം വെച്ച് 16 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ജോലിയും പഠിത്തവും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോലി ഇന്ന് കിട്ടിയില്ല, ബാങ്ക് ലോൺ അടയ്ക്കണം. ആളെന്ത് ചെയ്യുക? വിദേശത്താണ്. ആൾക്കാരുടെ ധാരണ അവിടെ വലിയ പൈസ കോടികൾ ഇങ്ങനെ വാരുമെന്ന്. പക്ഷേ ആ പയ്യൻ അവിടെ കഷ്ടപ്പെടുക. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ഫാദർ മരിച്ചു. ഹൊറിബിളാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്വന്തക്കാർ പോലും അകന്നു പോകും. പൈസ ഇല്ലായ്മ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, യേശു എപ്പോഴും കൂടെ കാണും. യേശു എപ്പോഴും കൂടെ കാണും. യേശുവിൻ്റെ വാക്കാണ്, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഞാനൊരു യേശുവിൻ്റെ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരു ഒറ്റ അഡ്വൈസ് ഞാൻ പറയാം. വിചാരപ്പെടുന്നതിൻ്റെ പകരം ഉള്ളതിന് വേണ്ടി കർത്താവിനോട് നന്ദി പറയണം. സ്തോത്രം കർത്താവേ, എനിക്കിന്ന് ആരോഗ്യമുണ്ടല്ലോ, സ്തോത്രം. ഇല്ലായ്മയെക്കുറിച്ച് പെറുപെറുക്കാതെ, ഭാര്യ ഭർത്താവ് ബന്ധത്തിലും എല്ലാം കുടുംബത്തിലെ വിഷയങ്ങൾ മുഴുവൻ പെറുപെറുപ്പും കുത്തുവർത്താനോ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേ. ഞങ്ങളുടെ സ്മൈൽ ഇന്ത്യ സ്മൈലിലൊന്ന് ചേർന്ന് ചിരിച്ചേ. നീ അത് പറഞ്ഞു, അപ്പനത് പറഞ്ഞു, മക്കൾ അതൊക്കെ ഒന്ന് വിട്ടേ. ഉള്ളത് കൊണ്ടൊന്ന് സന്തോഷിച്ചേ. ദാറ്റ് ഈസ് എ മിസ്റ്ററി. ഞാൻ ഈ പറയുന്നത് ഒരു മർമ്മമാണ്, ഒരു പ്രാക്ടിക്കൽ മർമ്മമാണ്. ആരിൽ നിന്നും പഠിക്കാം? യേശുവിൽ നിന്നും പഠിക്കാം. ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായി 3 ദിവസം വചനം പറയാം, ആരും അനങ്ങുന്നില്ല. യേശുവിൻ്റെ ലാവണ്യ വാക്കഥ, സമയം അറിയത്തില്ല.
കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗ്, ഈ സൺഡേയും ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞപ്പം നമ്മുടെ രഞ്ജു ബ്രദർ എന്നോട് പറഞ്ഞു, ഏകദേശം ഒരു 25 മിനിറ്റ്സ് തങ്കു ബ്രദറിൻ്റെ മെസ്സേജ് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു 25 1.25 മണിക്കൂറുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ സമയം പോകുന്നേ അറിയത്തില്ല. ഇപ്പം തന്നെ നിങ്ങളുടെ സമയം നോക്കിക്കോ, ടിക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ജീസസ്, ഹിസ് ലവ്, കർത്താവിൻ്റെ കരുതൽ. ഹീസ് ദെയർ അലൈവ്. സോ അവിടെ 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഇരിക്കുമ്പം യേശു പരീക്ഷിക്കാനായി ഫിലിപ്പോസിനോട് പറഞ്ഞു, നമുക്കിവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഫിലിപ്പോസിൻ്റെ മറുപടി, താൻ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 5000 പുരുഷന്മാരും സ്ത്രീകളും, തൻ്റെ പോക്കറ്റ് നോക്കുമ്പോൾ ആകെപ്പാടി 200 ഷെക്കൽ, അല്ലെങ്കിൽ ഞാൻ 200 രൂപയേ ഉള്ളൂ. കർത്താവ് ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. സാഹചര്യം, വറി, ടെൻഷനായി തനിക്ക്. അന്ത്രയോസ് ഉണ്ട്. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ 2 അപ്പവും 2 മീനും 5 അപ്പവും ഉണ്ട്, പക്ഷെ അതെന്നാ ആകാനാ? പക്ഷെ നോക്ക്, യേശുവിനെ ശ്രദ്ധിക്കുക. ഒരാൾ പറയുന്നു 200 ദിനാരിയുടെ അപ്പം പോലും തികയത്തില്ല. വേറൊരാൾ പറഞ്ഞു 2 അപ്പവും 5 ഉണ്ട്, പക്ഷേ ഇതുകൊണ്ട് എന്നാ ആകാനാ? നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പറയുന്ന പെറുവെറുപ്പ്. ഇതുകൊണ്ട് എന്നാ ആകാനാ? വയസ്സ് 40ആയി, ഇനി എന്നാ മുമ്പോട്ട് നോക്കാൻ? ഇതുവരെ ഞാൻ സെറ്റിൽഡ് അല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 43 വയസ്സായി. കർത്താവ് കരുതുന്നവനാ പ്രിയമുള്ളവരെ. ഉള്ള ആരോഗ്യത്തിനായി, തന്നിരിക്കുന്ന ദാനങ്ങൾക്കായി, തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്തേ. ഒരാൾ പറയാ പോരാ, മറ്റേ ആൾ പറയാ എന്നാ ആകാനാ? പക്ഷേ ലുക്ക് അറ്റ് ജീസസ്. യേശു ആ 2 മീനും 5 അപ്പവും തൻ്റെ കയ്യിലെടുത്തു, ഉയർത്തിക്കൊണ്ട്, പിതാവേ ഇതിനായി സ്തോത്രം, ഉള്ളതിന് താൻ സ്തോത്രം ചെയ്തു, കൊടുത്തു. സ്തോത്രത്തിൻ്റെ പവർ, കണ്ടെൻറ്റ്മെൻറ്റിൻ്റെ പവർ. ആ 2 അപ്പം 5 മീൻ, 7 കൊട്ട മിച്ചം വന്നു. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം, പ്രിയമുള്ളവരെ, അതാ സമാധാനമാണ് നമുക്കുള്ളിൽ ഉറപ്പ് തരുന്നത്. ഏത് സാഹചര്യമായിക്കോട്ടെ, ഐ ആം നോട്ട് ഗോയിങ് ടു ബി എ ഫെയിലിയർ. ബി ഹാപ്പി. സന്തോഷിച്ച് ഉള്ളതിനെക്കുറിച്ച് തൃപ്തിയാക്കി, എന്നിട്ട് ഉള്ളതിന് വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ പറയാം, ഉള്ളതിന് വേണ്ടി മഹത്വം കൊടുത്താൽ ഒരിക്കലും ക്ഷാമം നിങ്ങൾ കാണത്തില്ല. എന്നാൽ ഉള്ളതും തൃപ്തിയല്ലാതെ പെറുപെറുത്താൽ ഉള്ളതും കൂടെ പോകും. സന്തോഷിച്ചേ. ഇന്ന് എനിക്കറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. യേശു നിങ്ങളുടെ തോളെ തട്ടിക്കൊണ്ട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. നമുക്ക് ഈ ചലഞ്ച് ഫേസ് ചെയ്യാം. നമുക്കൊന്നിച്ച് പറയാം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നല്ലതെന്ന് പറഞ്ഞേ, ഇന്നൊന്ന് ഉറക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെ വേണം പറയാൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആൻഡ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. യേശു അനുകൂലമായി നിൽക്കുക, പിതാവ് അനുകൂലമായി നിൽക്കുക, സ്വർഗം അനുകൂലമായി നിൽക്കുക. നിങ്ങൾക്കും എനിക്കും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ബിലീവ് ഇൻ ജീസസ്. ജസ്റ്റ് ബിലീവ് ഇൻ ഹിസ് വേർഡ്. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിയർ ഇസ് ജീസസ്. എനിക്ക് എൻ്റെ ആത്മാവിൽ അറിയാം, എൻ്റെ ആത്മാവിൽ ബിലീവ് മീ, എനിക്ക് അറിയാം യേശു നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഹീസ് ടാപ്പിംഗ് യുവർ സോൾജർ. അവനെ മോളെ, ഞാനാ കൂടെ നിൽക്കുന്നത്. നീ വ്യാകുലപ്പെടാതെ. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ അപ്പനെയും അമ്മയും പഴിക്കരുത്. എനിക്കറിയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ യൗവനക്കാരി, എൻ്റെ അപ്പനും അമ്മയ്ക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബി താങ്ക്ഫുൾ ഫോർ യുവർ പേരൻസ്. അവർ ഉള്ളതിൻ്റെക്കാളും ബെസ്റ്റാണ് തന്നിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടൊന്ന് ദൈവത്തെ സ്തുതിച്ചെന്ന് അത്ഭുതം കാണും.
ഇന്ന് എനിക്കറിയാം എൻ്റെ യേശു നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും തലയോടിക്കൊണ്ട് പറയാം, ഭയപ്പെടേണ്ട മോളെ, ഭയപ്പെടേണ്ട മോനെ, ഞാനല്ലേ കൂടെയുള്ളേ, നമുക്കിതിനെ നേരിടാം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ട് പ്രിയമുള്ളവരെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലും വഴികളുമുണ്ട്. എനിക്കിത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇത് 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 എന്നാ പറയണ്ടേ, തത്വശാസ്ത്രം വെച്ചുകൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അറിയാം, ഞാൻ യേശുവിനെ രുചിച്ചവനാണ്. ഇന്ന് ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ ആ ഉറപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഈ ഇരിക്കുന്നത് ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവൻ്റെ വാക്കിൽ വിശ്വസിക്കുന്ന ഒരൊറ്റയാളും ലജ്ജിച്ച് പോകത്തില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കുമ്പോൾ ബിലീവ് മീ, ഐ പ്രേ ദാറ്റ് യുവർ ഐസ് വിൽ ഓപ്പൺ. അനേക വിശ്വാസികൾ പോലും അനാഥരെ പോലെയാണ് നടക്കുന്നത്. അനാഥരെ പോലെ, ആരുമില്ലാത്തവർ. ചിലപ്പോൾ എനിക്ക് വിശ്വാസികളെ കാണുമ്പോൾ സങ്കടം വരുക. നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും യേശു നിൽക്കുക. യേശുവിൻ്റെ വാക്കിനൊന്നും വിശ്വസിച്ച് അതിനൊന്ന് വില കൊടുത്തേ. മനുഷ്യൻ പറയുന്ന കാര്യവും സാഹചര്യങ്ങളെ നോക്കാതെ. അങ്ങനെയാണ് സമാധാനം ബുദ്ധിയെയും ഹൃദയത്തെയും നനവുകളെയും ചിന്തകളെയും മുഴുവൻ അത് പിടിച്ചെടുക്കണം. വിപരീതമായി ഉയരുന്ന സാഹചര്യങ്ങളെ അല്ല നോക്കാൻ പോകുന്നത്. യേശുവിൻ്റെ വാക്കിനെ കേട്ട് ഞാൻ ഭയപ്പെടത്തില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഒന്ന് ഉറക്കെ പറഞ്ഞു ഇന്ന്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യരെന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറ എന്ന് വചനം പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ധൈര്യത്തോടെ പറയുമ്പോൾ ചില ചലനങ്ങളുണ്ടാകും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഈ സമയത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ധൈര്യമായി പറയുമ്പം ചലനങ്ങളുണ്ടാകും. ശരീരത്തിൽ ചലനങ്ങളുണ്ടാകും, സാഹചര്യങ്ങളിൽ ചലനങ്ങളുണ്ടാകും, സാമ്പത്തിക വിഷയത്തിൽ ചലനങ്ങളുണ്ടാകും. നിങ്ങൾ ചോദിക്കും, തങ്കു ബ്രദർ എങ്ങനെ അറിയാം? രുചിച്ചറിഞ്ഞവനാണ് ഞാൻ യേശുവിനെ, അതുകൊണ്ടറിയാം. അതുകൊണ്ട് ധൈര്യമായി പറയണേ. നെവർ വിൽ ബി യു പുട്ട് ബി ഷെയിം. അത്ഭുത വഴി തുറക്കും. ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഐ ബിലീവ് ഇൻ മിറക്കിൾസ്, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു കഥയല്ല, ഇത് വെറും ഒരു തത്വമല്ല, ഇത് വെറും ഒരു വൈകാരിക ഇളക്കമല്ല. റിയൽ. ഞാൻ ഈ ടി വിയിൽ എന്നെ കാണുന്നത് സത്യമാണെങ്കിൽ അതുപോലെ തന്നെ യേശു നിങ്ങളുടെ തൊട്ടിൽ തോളെ തട്ടിക്കൊണ്ട് അവിടെ നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട്. അവൻ്റെ കരം നിങ്ങളെ തൊടുക. നാളുകളായി തീരാ രോഗമായി ആരും എന്നെ കാണുന്നുണ്ട്. മരിച്ചാൽ മതി, ഈ രോഗത്തിൻ്റെ വേദന കാരണം, ഒറ്റപ്പെടുത്തൽ കാരണം മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആരും എന്നെ കാണുന്നുണ്ട്. നീ മരിക്കത്തില്ല. ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആ ക്യാൻസർ നിന്നെ തകർക്കത്തില്ല. എന്നെ കാണുന്ന ആരോ രോഗം കാരണം സാമ്പത്തികമായി മുഴുവൻ വീട്ടിൽ നിന്ന് ചോർന്നു പോയി. മനസ്സിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ജീവിതം തീർന്ന ബാക്കി പൈസ എങ്കിലും മിച്ചമാകുമല്ലോ എന്ന് പറഞ്ഞ് ആരോ ഇരിപ്പുണ്ട്. നീ മരിക്കത്തില്ല എന്ന് മാത്രമല്ല, നീ ജീവനോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മാത്രമല്ല, നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഇരട്ടി തരാൻ എൻ്റെ യേശു പ്രാപ്തനാണ്. ബിലീവ് ഹിം, ട്രസ്റ്റ് ഹിം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അങ്ങ് ഇന്ന് പകൽ പുതിയതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. അങ്ങ് ചെയ്തതൊന്ന് കാണുവാൻ, ഒന്ന് ഗ്രഹിക്കുവാൻ, ഒന്ന് വിശ്വസിക്കുവാൻ. അങ്ങ് ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിച്ചുവല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം അവിശ്വാസങ്ങളെ, അൺബിലീഫിനെ ഞാൻ ശാസിച്ചുകൊണ്ട് ഇന്ന് പിതാവെ പ്രാർത്ഥിക്കുന്നു. കാണുന്ന ഓരോരുത്തർക്കും തൊടുന്ന നിലയിൽ അങ്ങ് ആ ഭവനങ്ങളിലുള്ളതിനായി സ്തോത്രം. ക്യാൻസർ ഉരുകി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ തീരാ രോഗം തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അങ്ങ് തീരാൻ അനുവദിക്കാതെ പുനരുദ്ധാന ശക്തി ആ മൃത്യ ശരീരങ്ങളെ ജീവിപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിതാവെ, പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ സാമ്പത്തികമായ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നോട് കൂടെ ഒന്നിച്ച് ഒറ്റ മനസ്സോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഒരൊറ്റ ആൾക്ക് പോലും കർത്താവ് കൈവിടത്തില്ല. വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ കൂടെ ചേർന്ന് ആമീൻ പറയുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഓരോ മോനെയും, ഓരോ മോളും, ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും, ഓ ഫാദർ, താങ്ക് യു ദാറ്റ് ദ സ്ട്രോങ് അനോയിൻറ്റിങ് ഈസ് ടച്ചിങ് ദം.
We give you glory, Jesus. We love you, Jesus. യേശുവേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു. ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റി ഞാൻ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നു. വി ലവ് യു. ഇന്ന് അത്ഭുതത്തിൻ്റെ പകലാകിയാൽ സ്തോത്രം. ഇന്ന് അത്ഭുതത്തിൻ്റെ ഈ സമയം അത്ഭുതത്തിൻ്റെ സമയമാകിയാൽ സ്തുതിക്കുന്നു. തൊടാവുന്ന നിലയിൽ ഓരോ ഭവനത്തിലും അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. കരുണയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹൃദയം, ബിലീവ് മീ, ഇറ്റ് ഈസ് ക്രൈങ് ഫോർ ദോസ് ഹു ആർ ഹെൽപ്ലെസ്. യു ആർ നോട്ട് ഹെൽപ്ലെസ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശു കൂടെ നിൽക്കുക, വിശ്വസിക്കുക, സന്തോഷിക്കുക. അവൻ ഒരു നാളും കൈവിടത്തില്ല. ഐ ആം ഗ്യാരണ്ടി യു ബിക്കോസ് ഹീ സെറ്റ് മീ ഫ്രീ ടോട്ടലി. സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി. വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കാം പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, TV പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് TV പ്രോഗ്രാമിലൂടെയാണ്. പ്രിയമുള്ളവരെ, ഈ TV പ്രോഗ്രാം മുന്നോട്ട് ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. എന്നാൽ ഒരു മിഷൻ മന്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് എക്യുപ്മെൻറ്റ്സിന് വേണ്ടി. ഞങ്ങളുടെ ഒത്തിരി എക്യുപ്മെൻറ്റ്സൊക്കെ മീഡിയ ടീം ഇതൊക്കെ ഓരോ നട്ടും ബോൾട്ടും മുറുക്കിയാണ് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വി നീഡ് സം എക്യുപ്മെൻറ്റ്സ്. സോ ഈ വരുന്ന 15-ാം തീയതി ഈ ദിവസം മുതൽ നമ്മുടെ മിഷൻ മന്ത്സ് ആരംഭിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം that God will open doors, that your heart will open and you will do it. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ ഇന്നു മുതൽ ഞായർ വരെ കാസിനോ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. ഇന്ന് മുതൽ തൃശ്ശൂർ ശാപവിമുക്തി ശുശ്രൂഷ ആരംഭിക്കാം. ശാപവിമുക്തി ശുശ്രൂഷ ഒരിക്കലും വെറുതെ ചെയ്യാറില്ല. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. സോ തൃശ്ശൂരിലെ ഈ ശുശ്രൂഷ മിസ് ചെയ്യരുത്. എല്ലാവരെയും നമുക്ക് അവിടെ വെച്ച് കാണണം. തൃശ്ശൂരിൽ കാണുന്ന അഡ്രസ്സിൽ ഇന്ന് മുതൽ ശാപവിമുക്തി ശുശ്രൂഷ ആരംഭിക്കും. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ ഇന്നു മുതൽ ഞായർ വരെ കാസിനോ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ അലൈനിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 18 ബുധനാഴ്ച. ശുശ്രൂഷൽ വൈകിട്ട് 8 മണിക്ക് ഒയാസിസ് ഹോസ്പിറ്റൽ ചർച്ച് കോമ്പൗണ്ട് മെയിൻ ഹാൾ. തോമസ് ഊട്ടി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 19 വ്യാഴം എഫെസൂസ് ഹാൾ വൈകിട്ട് 8 മണിക്ക്. ഫെബ്രുവരി 20 വെള്ളി കാന ഹാൾ എ. ശുശ്രൂഷ വൈകിട്ട് 4:15. വിദ്യാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് മുമ്പ് യേശുവോടത്ത് 2 മണിക്കൂർ. ഫെബ്രുവരി 17 ചൊവ്വ രാവിലെ 9:30. കോട്ടയത്തും എല്ലാ സ്വർഗീയ സെന്ററുകളിലും തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ.
Watch this program in Surya TV every Thursday at 6:30 a.m. 24/7 prayer line. Call 0481 305555. Send your prayer request to prayer@theheavenlyfeast.org. Watch our 24/7 internet TV www.theheavenlyfeast.tv. For more messages, testimonies and upcoming meeting details visit theheavenlyfeast.org. Send your letters to Heavenly Feast, PB number 636, Kottayam 1. Heavenly Feast, Nagambadam, Kottayam, Kerala. Heavenly Feast. Experience Jesus. കപ്പവും